ദുരന്തബാധിതർക്ക് ധനസഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് വയനാട്ടിൽ LDFും UDFും ഹർത്താൽ ആചരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ BJP നേതാവ് V. മുരളീധരൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. CK ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ വയനാട്ടിൽ ചുരൽമലയിൽ 3 വാർഡുകളിൽ മാത്രമാണ് ദുരന്തമുണ്ടായിരിക്കുന്നത്. വയനാട് ഒന്നാകെ ഒഴുകിപ്പോയിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വയനാട് ഹർത്താൽ വലിയ വിജയമായിരുന്നു. പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റും വയനാടിനോട് കാണിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത്. ജനങ്ങൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നൊരു നിലപാടാണ് ഉണ്ടായിരുന്നത്. ഈ സന്ദർഭത്തിലാണ് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V. മുരളീധരൻ അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ പ്രസ്താവന മലയാളികളെ ആകെ അപമാനിക്കുന്നതാണ്. ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിരുന്നത്. ഒരുമിച്ചായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ആ മാതൃക കേന്ദ്ര ഗവൺമെൻറ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കടുത്ത രാഷ്ട്രീയ വിവേചനമാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ജാള്യത തോന്നിയിട്ട് മുരളീധരൻ നടത്തിയിട്ടുള്ള പ്രസ്താവന മലയാളികളെയാകെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം മലയാളികളുടെ ആകെ മാപ്പ് ചോദിക്കേണ്ടുന്ന ഒരു പ്രസ്താവനയാണ് കാണിച്ചിരിക്കുന്നത്. വയനാടാകെ ഒലിച്ചു പോയിട്ടുള്ളൂ എന്ന് പരിഹസത്തോടെ പറയുന്നത് ദുരന്തബാധിതരെ കൂടി അപമാനിക്കുന്നതിനെയും അവരെയും കൂടി വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് മുരളീധരൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരമൊരു പ്രസ്താവന കേരളത്തിൻ്റെ ആവശ്യങ്ങളെ നിരാകരിക്കുന്നതിന് തുല്യമാണ്. പണം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നതിന് തുല്യമായ രീതിയിലാണ് മുരളീധരൻ്റെ പ്രതികരണം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് ഒരു ആശങ്കപ്പെടുത്തുന്നത് കൂടിയാണ്. കാരണം കേന്ദ്ര സഹായം കുറയുമെന്ന് ഒരു ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്കാണോ ഇപ്പോൾ മുരളീധരൻ്റെ പ്രസ്താവനയെ കാണേണ്ടത്? അല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ സഹായം തന്നില്ലല്ലോ. തരുമോ ഇല്ലയോ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. വലിയ പ്രതീക്ഷയോടെയായിരുന്നു കേരളമാകെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങളും പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ കണ്ടിരുന്നത്. ഇപ്പോൾ മുരളീധരൻ പറയുന്നത് പോലെയാണെങ്കിൽ വയനാട്ടിൽ എന്തിനാണ് പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്? ഒരു 3 വാർഡിൽ മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണെന്നെങ്കിൽ അതിനെ ഇത്രമാത്രം ചുരുക്കി കളിയാക്കി പരിഹസിക്കുന്ന മുരളീധരൻ മറുപടി പറയണം. പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് തെറ്റായിപ്പോയോ എന്ന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം മുരളീധരനാണുള്ളത്. അദ്ദേഹമാണ് അത് വ്യക്തമാക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് തന്നാലും ഇല്ലെങ്കിലും കേരളം പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത് ഔദാര്യമല്ല, ഭരണഘടനാപരമായി ഫെഡറൽ തത്വങ്ങൾക്ക് അനുകൂലമായി കേന്ദ്രം കേരളത്തെ സഹായിക്കേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനം കേരളത്തോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിഷേധാർഹം. അതായത് ദുരന്തം നിസ്സാരവൽക്കരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ദുരന്തം നിസ്സാരവൽക്കരിക്കലല്ല. അദ്ദേഹം ചെയ്യുന്നത് കേരളത്തിനൊരു പണവും കൊടുക്കാതിരിക്കണം. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണത്. BJPയുടെ സംഭാവന മുരളീധരനിലൂടെ വന്നിരിക്കുകയാണ്. പണമൊന്നും തരേണ്ടതില്ല എന്നുള്ളത്. ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ആർക്കും കഴിയില്ല. ഒരു പ്രസ്ഥാനത്തിനും കഴിയില്ല, ആർക്കും കഴിയില്ല. കാരണം ഈ ദുരന്തം ലോകമാകെ ശ്രദ്ധിച്ചതാണ്, നാടാകെ ശ്രദ്ധിച്ചതാണ്, രാജ്യമാകെ ശ്രദ്ധിച്ചുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ ദൃശ്യങ്ങളെല്ലാം കണ്ട് തിരിച്ചുപോയി പണം തരാമെന്ന് പരസ്യമായി കൽപ്പറ്റയിൽ വെച്ച് പ്രഖ്യാപിച്ച് അവസാനം വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്നത്. പ്രധാനമന്ത്രിയെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പാടില്ലല്ലോ. അതൊരു ഖേദകരമായ നിലപാടാണല്ലോ അത്തരം ഒരു രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റും പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് കേന്ദ്രം തിരുത്തണം, വയനാടിന് ആവശ്യമായ സഹായം നൽകണം. മുരളീധരൻ്റെ പ്രസ്താവന പിൻവലിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. മലയാളികളോട് മാപ്പ് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. തീർച്ചയായിട്ടും V. മുരളീധരൻ തൻ്റെ പ്രസ്താവന പിൻവലിക്കണം. കേരളത്തെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അത് മാപ്പ് പറയുകയും വേണം കേരള സമൂഹത്തോട് എന്നതാണ് ഇപ്പോൾ ശശിയുടെ നമ്മോട് പറയുകയും ചെയ്യുന്നത്. വയനാട്ടിൽ നിന്നും മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.